ഓം ശ്രീ മഹാഗണപതിയൈ നമഃ. ഓം ശ്രീ സരസ്വതിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഇന്ന് നമുക്ക് നാരായണീയം ദശകം 6-ലെ 4-ാമത്തെ ശ്ലോകം പഠിക്കാം. നമുക്ക് ശ്ലോകം ചൊല്ലാം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. കഴിഞ്ഞ ശ്ലോകത്തിൽ സർവലോകങ്ങളും ആയിരിക്കുന്ന ഭഗവാന്റെ ശിരസ് സത്യലോകം ആകുന്നു എന്നാണ് പറഞ്ഞത്. അങ്ങനെ 14 ലോകങ്ങളും ഭഗവാന്റെ ഏതേത് അവയവങ്ങൾ ആയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ പറഞ്ഞത്. നമുക്ക് ഒന്നുകൂടി ആ 14 ലോകങ്ങൾ എങ്ങനെയൊക്കെയാണ് ഭഗവാന്റെ അവയവങ്ങളായിരിക്കുന്നത് എന്ന് നോക്കാം. ഭഗവാന്റെ പാദതലം അല്ലെങ്കിൽ ഉള്ളംകാൽ പാതാള ലോകമാകുന്നു. പാദത്തിൻ്റെ മുകൾ ഭാഗം പുറവടി രസാതലമാകുന്നു. കണങ്കാലുകൾ മഹാതലമാകുന്നു. കാൽവണ്ണകൾ തലാതലമാകുന്നു. 2 കാൽമുട്ടുകൾ സുതലമാകുന്നു. 2 തുടഭാഗങ്ങൾ അതലം വിതലം എന്നീ 2 ലോകങ്ങൾ ആകുന്നു. ഭഗവാന്റെ മനോഹരമായ അരക്കെട്ടാകുന്നു ഭൂമിലോകം ആയിരിക്കുന്നത്. നാഭിപ്രദേശം ആകാശമാകുന്നു. മാറിടം ദേവേന്ദ്രൻ്റെ വാസസ്ഥലമായ സ്വർഗലോകമാകുന്നു. കഴുത്ത് മഹർലോകമാകുന്നു. മുഖം ജനലോകമാകുന്നു. നെറ്റിത്തടം തപോലോകവും ശിരസ് സത്യലോകവുമാകുന്നു എന്നാണ് പറഞ്ഞത്. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം നോക്കാം. ത്വദ് ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാഃ. ത്വദ് അങ്ങയുടെ ബ്രഹ്മരന്ധ്രപദം, ശിരസിലുള്ള മൂർധാവിലുള്ള ബ്രഹ്മരന്ധ്രപദം. കഴിഞ്ഞ ദശകങ്ങളിൽ ഒന്നിൽ അഷ്ടാംഗയോഗം എന്ന ദശകത്തിൽ നമ്മൾ പറഞ്ഞിരുന്നു, മുക്തി ആഗ്രഹിച്ച് ധ്യാനനിരതരായിരിക്കുന്ന യോഗീശ്വരന്മാർ സുഷുമ്നാനാഡിയിലൂടെ പ്രാണവായുക്കളെ ഉയർത്തിയിട്ട് ശിരസിലുള്ള ബ്രഹ്മരന്ധ്രം ഭേദിച്ച് ജീവാത്മാവ് പുറത്തേക്ക് കളയുന്നു, ജീവാത്മാവിനെ പുറത്തേക്ക് വിടുന്നു എന്നൊക്കെ പറഞ്ഞിരുന്നു. ആ ബ്രഹ്മരന്ധ്രപദം ആണ് പറയുന്നത്. ഇവിടെ ഭഗവാന്റെ ബ്രഹ്മരന്ധ്രപദം. ഈശ്വര, അല്ലയോ ഭഗവാനെ, വിശ്വകന്ദ, ഈ വിശ്വത്തിന് തന്നെ കാരണമായിരിക്കുന്നവനെ, ഈ ലോകത്തിന് തന്നെ കാരണമായിരിക്കുന്നവനായ ഭഗവാനെ, അങ്ങയുടെ ആ ബ്രഹ്മരന്ധ്രപദം ഛന്ദാംസി, ഛന്ദസ് എന്നാൽ വേദം, ഛന്ദാംസി വേദങ്ങളായിരിക്കുന്നു. കേശവ, കേശി എന്ന അസുരനെ നിഗ്രഹിച്ചവനായ ഭഗവാനെ, കേശവ, ഘനാസ്തവ കേശപാശാഃ. ഘനാഹ തവ, ഘനാഹ മേഘങ്ങൾ, തവ അങ്ങയുടെ, കേശപാശാഃ മുടിക്കെട്ട് ആകുന്നു. അല്ലയോ ഈ വിശ്വത്തിന് തന്നെ കാരണമായ ഭഗവാനെ, അങ്ങയുടെ ശിരസ്സിലെ ബ്രഹ്മരന്ധ്രപദമാകുന്നു വേദങ്ങളായിരിക്കുന്നത്. അങ്ങയുടെ മുടിക്കെട്ടാകട്ടെ മേഘങ്ങളും ആകുന്നു. ഇനി അടുത്ത 2 വരികൾ നോക്കാം. ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രി ദിവസൗ സവിതാ ച നേത്രേ. ഉല്ലാസി ശോഭിക്കുന്ന, ചില്ലിയുഗളം ചില്ലി പുരികക്കൊടികൾ, ചില്ലിയുഗളം 2 പുരികക്കൊടികൾ, ദ്രുഹിണസ്യ ദ്രുഹിണൻ എന്നാൽ ബ്രഹ്മാവ്, ദ്രുഹിണസ്യ ബ്രഹ്മാവിൻ്റെ ഗേഹം താമസസ്ഥലം ആകുന്നു. പക്ഷ്മാണി കൺപീലികൾ ആകട്ടെ, രാത്രി ദിവസവും രാത്രിയും പകലും ആകുന്നു. സവിത സൂര്യൻ, സവിതാച സൂര്യനാകുന്നു. നേത്രേ അങ്ങയുടെ കണ്ണുകൾ. അങ്ങയുടെ മനോഹരമായി ശോഭിക്കുന്ന 2 പുരികക്കൊടികൾ ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമാകുന്നു.
അവിടുത്തെ കൺപീലികളാകട്ടെ രാത്രിയും പകലും ആയിരിക്കുന്നു. മനോഹരമായ അവിടുത്തെ നയനങ്ങൾ സൂര്യനാകുന്നു. ഇനി നമുക്ക് ഈ ശ്ലോകത്തിൻ്റെ ഒരുമിച്ചുള്ള അർത്ഥം ഒന്നുകൂടി പറയാം. അല്ലയോ ഈ വിശ്വത്തിന് തന്നെ കാരണഭൂതനും നിയന്താവുമായ ഭഗവാനെ, അങ്ങയുടെ മൂർധാവിലെ ബ്രഹ്മരന്ധ്രപദം വേദങ്ങളാകുന്നു. അങ്ങയുടെ മനോഹരമായ വിശേഷപ്പെട്ട മുടിക്കെട്ട് മേഘങ്ങളുമാകുന്നു. അങ്ങയുടെ ഉല്ലസിച്ച് പരിശോഭിക്കുന്ന പുരുകക്കൊടികൾ ബ്രഹ്മാവിൻ്റെ വാസസ്ഥലമാകുന്നു. കൺപീലികൾ രാപ്പകലുകളും കണ്ണുകൾ സൂര്യനുമാകുന്നു എന്നാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത്. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാഃ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. ശ്ലോകം ഒന്നുകൂടി ചൊല്ലാം. ത്വദ്ബ്രഹ്മരന്ധ്രപദമീശ്വര വിശ്വകന്ദ ഛന്ദാംസി കേശവ ഘനാസ്തവ കേശപാശാ ഉല്ലാസി ചില്ലിയുഗളം ദ്രുഹിണസ്യ ഗേഹം പക്ഷ്മാണി രാത്രിദിവസൗ സവിതാ ച നേത്രേ. അഞ്ചാമത്തെ ശ്ലോകവും അതിൻ്റെ അർത്ഥവും അടുത്ത വീഡിയോയിൽ ചെയ്യാം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.